നമസ്കാരം. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഒരാൾ കേസിൽ പ്രതിയാവുക, ശേഷം ഇടക്കാല ജാമ്യം അനുവദിച്ചു കിട്ടുക, ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന ഒരു പരിഗണന വെച്ചിട്ടാണ് ഇവിടെ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ജാമ്യത്തെ എതിർക്കുന്നവർ പറയുന്നത് ഇതൊരു തെറ്റായ പ്രവണത ഭാവിയിൽ സൃഷ്ടിക്കും എന്നാണ്. എന്നാൽ ഞാനിവിടെ ഉയർത്തിക്കാട്ടുന്ന വിഷയം ഇതൊന്നുമല്ല. ജാമ്യത്തിൽ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് അധികം ആരും സംസാരിച്ച് കണ്ടതുമില്ല. അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ആധാരം. ശ്രീ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രധാനമായും ജാമ്യത്തിനായിരുന്നില്ല എന്നതാണ് സത്യം. അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കേസ് തന്നെ റദ്ദാക്കണമെന്നായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വക്കീൽ ശ്രീ മനു അഭിഷേക് സിംഗ്വിയുടെ ഒരു അതിബുദ്ധി തന്നെയായിരുന്നു. അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു ആവശ്യം ഡൽഹിയിലെ ഹൈക്കോടതി നിരാകരിച്ചതിനെ തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന 2 അംഗ ബെഞ്ചാണ് കേസ് കേട്ടത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ ഒരു ഇടക്കാല ജാമ്യം നൽകുന്നതിനെക്കുറിച്ച് കോടതി ഒരു സൂചന നൽകുകയുണ്ടായി. അന്നേ കോടതി ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദവി ഉപയോഗിച്ച് യാതൊരു പണിയും ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഭരണസ്തംഭനാവസ്ഥ ഉണ്ടാകും. ഇത് ശ്രീ അരവിന്ദ് കെജ്രിവാൾ തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് രാഷ്ട്രീയ മൂല്യങ്ങളെക്കുറിച്ച് നാം ഓർക്കേണ്ടത്. മുൻകാലങ്ങളിലൊക്കെ ചെറിയ ഒരു ആരോപണം ഉണ്ടായിരുന്നാൽ മാത്രം മതിയായിരുന്നു ഒരു മുഖ്യമന്ത്രി രാജിവെക്കാൻ. അത് പതിയെ പതിയെ മാറി ഏതെങ്കിലും ഒരു ഏജൻസി കേസെടുത്താൽ മാത്രം രാജിവെച്ചാൽ മതി എന്ന നിലയിലായി. പിന്നീട് അതിലും മാറ്റമുണ്ടായി. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം രാജിവെച്ചാൽ മതിയെന്നായി. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ആ റെക്കോർഡും തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇടക്കാല ജാമ്യ വ്യവസ്ഥയിൽ ഇങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിട്ടും രാജിവെക്കുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായും പലർക്കും സംശയം തോന്നാം, ഇന്ത്യയിൽ പല മുഖ്യമന്ത്രിമാർക്കെതിരെയും കേസും ആരോപണങ്ങളുമൊക്കെ ഇല്ലേ എന്ന്. എന്തിന്, രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പോലും ശക്തമായ ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് വെറുമൊരു കള്ളക്കേസിന്റെ പേരിൽ പിടിച്ചിട്ടിരിക്കുന്ന കെജ്രിവാൾ എന്തിന് രാജിവെക്കണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. ഇന്ത്യയിൽ പലർക്കെതിരെയും പല ആരോപണങ്ങളുണ്ടെങ്കിലും കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ആർക്കെതിരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തൽസ്ഥാനങ്ങളിൽ തുടരാനും കഴിയും. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന ഒരു കോടതിയുടെ പരാമർശമാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് രാജിവെക്കേണ്ടി വന്നത്. സുപ്രീം കോടതി മേൽപ്പറഞ്ഞ രീതിയിൽ നടത്തിയ പരാമർശത്തിലൂടെ പറയാതെ പറയുകയാണ് അരവിന്ദ് കെജ്രിവാളിനോട് രാജിവെച്ചു പോകാൻ. ഇത് മുൻ IRS ഉദ്യോഗസ്ഥൻ കൂടിയായ കെജ്രിവാളിന് മനസ്സിലാവാത്ത കാര്യവുമല്ല. സ്വാർത്ഥതയുടെ പരകോടിയിൽ നിൽക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവരെ വിളിക്കാൻ ഇംഗ്ലീഷിൽ ഒരു പദം തന്നെയുണ്ട്, നാർസിസിസ്റ്റ്. ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും വിശ്വാസമില്ലായിരിക്കാം. അതായിരിക്കാം രാജിവെച്ച് മറ്റൊരാൾക്ക് അവസരം കൊടുക്കുന്നതിലുള്ള വൈമുഖ്യം. ഇദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്ന മറ്റൊരാരോപണം നിരോധിത സിഖ് തീവ്രവാദ സംഘടനയിൽ നിന്ന് പോലും പണം കൈപ്പറ്റി എന്നുള്ളതാണ്. ഒരുപക്ഷെ അതും കെട്ടിച്ചമച്ചതാവാം. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിനോ തൻ്റെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നതിനോ ഇദ്ദേഹത്തിന് ഒരു തടസ്സവും ഇല്ല. എന്നാൽ അണ്ണാ ഹസാരെക്കൊപ്പം തോളോട് തോൾ ചേർന്ന് അഴിമതി വിരുദ്ധ പ്രവർത്തനത്തിലൂടെ മാഗ്സസെ അവാർഡ് പോലും കരസ്ഥമാക്കിയ ഇദ്ദേഹം സ്വയം നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതുവരെയെങ്കിലും മാറി നിൽക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.